സോ ഗുഡ് ഈവനിങ് ടു ഓൾ. നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പറയാൻ പോകുന്നത് ഗോൾഗി ടെൻഡൻ ഓർഗൻ എന്താണെന്നുള്ളതാണ്. ദ ഹ്യൂമൻ ബോഡി പൊസസ് എ സൊഫിസ്റ്റിക്കേറ്റഡ് നെറ്റ്വർക്ക് ഓഫ് ഇന്റേണൽ സെൻസേഴ്സ് ദാറ്റ് കോൺസ്റ്റന്റ്ലി മോണിറ്റർ മൂവ്മെന്റ് ആൻഡ് ഫിസിക്കൽ സ്റ്റേറ്റ്. എ സെൻസ് നോൺ ആസ് പ്രോപ്രിയോസെപ്ഷൻ. നമ്മൾ കോൺസ്റ്റന്റ്ലി എന്ത് ചെയ്യും, ഒരു മൂവ്മെന്റും ഫിസിക്കൽ സ്റ്റേറ്റ് ഒക്കെ നമ്മളെ ബോഡി ഇന്റേണൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യും, ഒരു സെൻസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രോപ്രിയോസെപ്ഷൻ എന്ന് പറയുന്നുണ്ടായിരിക്കുക. ദ ഗോൾഗി ടെൻഡൻ ഓർഗൻ ഈസ് എ സ്മോൾ encapsulated sensory receptor located at the musculotendinous junction where muscle fibers connect the tendon. ഏതാണ് ഈ ഒരു മസിൽ ഫൈബേഴ്സ് നമ്മളുടെ ടെൻഡനെ കണക്ട് ചെയ്യുന്ന ഒരു ഏരിയയിൽ ആ ഒരു മസ്കുലോടെൻഡിനിയസ് ജംഗ്ഷനിൽ ഒരു സ്മാൾ സെൻസറി റിസപ്റ്റർ ആയിട്ടാണ് ഗോൾഗി ടെൻഡൻ ഓർഗൻ എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് braided collagen strands enclosed in a spindle-like capsule with a 10 to 20 muscle fibers connected to each GTO. ഈ GTO ആയിട്ട് എന്ത് ചെയ്യും, ഇതാണ്ടോ ഈ ഒരു ഗോൾഗി ടെൻഡൻ ഓർഗൻ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗമാണ്. ഇതിൻ്റെ ഉൾഭാഗത്ത്, ഈ മസിൽ സ്പിൻഡിലിൻ്റെ ഉൾഭാഗത്തായിട്ട് വരുന്ന ഒരു ഭാഗത്തിനാണ് നമ്മൾ എന്താ പറയുക, ഗോൾഗി ടെൻഡൻ ഓർഗൻ എന്ന് പറയുന്നത്. അതിൻ്റെ മസിൽ സ്പിൻഡിലും ഗോൾഗി ടെൻഡൻ ഓർഗനും ഉള്ളൊരു ഡിഫറൻസ് ആണ് ഈ പിക്ചറിൽ അവിടെ കാണിക്കുന്നത്. അവിടെ എന്താ, ഈച്ച് സ്പിൻഡിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഒരു 10 to 20 മസിൽ ഫൈബേഴ്സ് കണക്റ്റഡ് ആയിട്ട് GTO ആയിട്ട് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദ സെൻസറി എൻഡിങ്സ് ആർ ഇന്നർവേറ്റഡ് ബൈ ടൈപ്പ് 1B എഫറൻ ഫൈബേഴ്സ് വിച്ച് ആർ ഫാസ്റ്റ് കണ്ടക്റ്റിംഗ് ആൻഡ് റെസ്പോണ്ട് ടു മെക്കാനിക്കൽ ഡീഫോർമേഷൻ ഓഫ് ദ കൊളാജൻ സ്ട്രാൻഡ്സ്. ഏതാണ് ഈ ഒരു സെൻസറി എൻഡിങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ടൈപ്പ് 1B അഫറൻ ഫൈബേഴ്സും പിന്നെ അതുപോലെ തന്നെ എന്താ ഫാസ്റ്റ് കണ്ടക്റ്റിംഗ് റെസ്പോണ്ട് ടു മെക്കാനിക്കൽ ഡീഫോർമേഷൻ ടു ദ കൊളാജൻ സ്ട്രാൻഡ്സ് ആയിട്ട് ഇതായിട്ട് കിടക്കുന്നുണ്ട്, അഫറൻ ഫൈബേഴ്സ് ആയിട്ട് കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അൺലൈക്ക് മസിൽ സ്പിൻഡിൽസ്, GTO ലൈ ഇൻ സീരീസ് വിത്ത് മസിൽ ഫൈബേഴ്സ്, മീനിങ് ദേ ആർ സ്ട്രക്ചർഡ് വെൻ മസിൽ കോൺട്രാക്ട്സ് ഓർ ഈസ് പാസീവ്ലി സ്ട്രക്ചേർഡ്. ഏതാ ഈ ഒരു മസിൽ സ്പിൻഡിൽസ് ആയിട്ട് വെച്ച് നോക്കുമ്പോൾ എന്താ, GTO സീരീസ് ഫൈബേഴ്സ് എങ്ങനെയാണ്, സ്ട്രക്ചേർഡ് ആണ്, പിന്നെ അതുപോലെ തന്നെ പാസീവ്ലി സ്ട്രക്ചേർഡ് ആയിട്ടാണ് ഇതുണ്ടായിരിക്കുക. ദ GTO ഈസ് സ്ട്രക്ചേർഡ് വിത്ത് കൊളാജൻ ബണ്ടിൽസ് ഇന്നർവേറ്റഡ് ബൈ എ സിംഗിൾ ടൈപ്പ് 1B എഫറൻ ഫൈബർ വിച്ച് ഈസ് മെക്കാനിക്കലി കംപ്രസ്ഡ് വെൻ ടെൻഡൻ പുൾഡ് ടൈറ്റ്. ഈ ഒരു ടെൻഡൻ എന്ന് പറയുന്ന ഏരിയ പുൾഡ് ടൈറ്റ് ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, അവിടെ മെക്കാനിക്കലി കംപ്രസ്ഡും പിന്നെ 1B എഫറൻ ഫൈബർ ആയിട്ടാണ്, സിംഗിൾ ടൈപ്പ് ആയിട്ടാണ് എന്ത് GTO സ്ട്രക്ചേർഡ് ആയിട്ടിരിക്കുന്നത്. ദ GTO ഈസ് ആക്ടിവേറ്റഡ് whenever muscle generates significant force whether through active contraction or passive stretch. ഈ GTO ആക്ടിവേറ്റഡ് ആയിട്ടുള്ള എങ്ങനെയാണ്, മസിൽ സിഗ്നിഫിക്കൻറ്റ് ഫോഴ്സോ അല്ലെങ്കിൽ ആക്റ്റീവ് കോൺട്രാക്ഷൻ അല്ലെങ്കിൽ പാസീവ് സ്ട്രെച്ച് ഒക്കെ വരികയാണെങ്കിലാണ് എന്ത്, അവിടെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഫോഴ്സ് ആക്റ്റീവ് ആവുന്നതെന്നാണ് പറയുന്നത്. When tension reaches a specific threshold, type 1B afferent fiber sends a signal to spinal cord. അവിടെ ഒരു ടെൻഷൻ റീച്ചസ് സ്പെസിഫിക് ത്രെഷോൾഡിലേക്ക് ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവിടെ ടൈപ്പ് 1B അഫറൻ ഫൈബേഴ്സ് എന്ത് ചെയ്യും, അവിടെ ഒരു സിഗ്നൽ സ്പൈനൽ കോഡിലേക്ക് ഒരു സിഗ്നൽ പാസ് ചെയ്യിപ്പിക്കുന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ദെൻ ഗോൾഗി ടെൻഡൻ ഓർഗൻ നെർവ് സപ്ലൈ, പിന്നെ ഏതാ 1B സെൻസറി നെർവ് ഫൈബേഴ്സ്, പിന്നെ ഏതാ അതുപോലെ തന്നെ ഗോൾഗി ടെൻഡൻ ഓർഗൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നെയ്തർ മസിൽ ഫൈബേഴ്സ് നോർ ആൻഡ് എഫറൻറ്റ് ഇന്നർവേഷൻ, പിന്നെ അതുപോലെ തന്നെ എന്താ അവിടെ ഈച്ച് ബ്രാൻഡ് എൻസ് ഇൻ ദ ഫോം ഓഫ് എ നോബ്, ഒരു ഫോം ഓഫ് എ നോബ് എന്നാണ് അവിടെ ഓരോ ബ്രാഞ്ചും എൻഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. Unlike the muscle spindle's excitatory reflex, the GTO initiates the autogenic inhibition reflex, sometimes called inverse stretch reflex. ഏതാ മസിൽ സ്പിൻഡിൽസ് എക്സ്ട്രാക്ടറി റിഫ്ലക്സ് അല്ലാതെ പിന്നെ എന്ത് ചെയ്യും, GTO ഓട്ടോജനിക് ഇൻഹിബിഷനും അതുപോലെ തന്നെ എന്താ ഓട്ടോജനിക് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇതായിട്ടുള്ള ബോഡിയിലുള്ള മൂവ്മെൻറ്റ്സും കാര്യങ്ങളും അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇൻഹിബിഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നോക്കുന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. This polysynaptic reflex uses an inhibitory interneuron to cause the contracting muscle to immediately relax. ഏതാ ഈ ഒരു പോളിസിനാപ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരുപാടായിട്ടുള്ള നെർവ് ഫൈബേഴ്സ് ഉള്ളതുകൊണ്ടാണ് അതിനെ പോളിസിനാപ്റ്റിക് റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഈ ഒരു പോളിസിനാപ്റ്റിക് റിഫ്ലക്സ് എന്ത് ചെയ്യും, ഒരു ഇൻഹിബിറ്ററി ഇന്റർന്യൂറോൺ ആയതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മളെ കോൺട്രാക്റ്റീവ് മസിൽ ടു ഇമ്മീഡിയറ്റ് റിലാക്സിക്ക് ഈ ഒരു കോൺട്രാക്റ്റീവ് മസിലായിട്ട് പോകുന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. The GTO is primarily a guardian of the musculotendinous junction, ensuring that the force produced does not compromise tissue integrity. ഈ GTO എന്ത് ചെയ്യും, പ്രൈമറി ഗാർഡിയൻ ആയിട്ട് എന്ത് ചെയ്യും, മസ്കുലോടെൻഡോജനസ് ജംഗ്ഷൻ്റെ ഒരു പ്രൈമറി ഗാർഡിയനായിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, അവിടെ ഒരു ടിഷ്യൂ ഇൻ്റഗ്രിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാനും വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇത്രയാണ് നമ്മൾ GTO അല്ലെങ്കിൽ ഗോൾഗി ടെൻഡോൺ ഓർഗൻ എന്നുള്ളതിനെ പറ്റി മേജറായിട്ട് അവിടെ പറയുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് ടൈപ്സ് ഓഫ് റിഫ്ലക്സസ്. റിഫ്ലക്സസുകളുടെ ടൈപ്സ് ഏതൊക്കെയെന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത്. റിഫ്ലക്സസുകളുടെ ടൈപ്പും അതുപോലെ തന്നെ ന്യൂറൽ കൺട്രോൾ ഓഫ് മസിൽ ടോൺ ആൻഡ് പോസ്റ്റർ എന്താണെന്നുള്ളൊരു കാര്യം കൂടി ഗോൾഗി ടെൻഡോൺ ഓർഗൻസ്, സെറിബെല്ലം, ബേസൽ ഗാംഗ്ലിയ, മസിൽ ടോൺ ആൻഡ് പോസ്റ്ററിനെ പറ്റിയും കൂടിയും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്തു, ഈ ഒരു മൊഡ്യൂൾ അവിടെ കംപ്ലീറ്റഡ് ആയി. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഏതാ, നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിനാപ്റ്റിക് റിഫ്ലക്സ്. മോണോസിനാപ്റ്റിക് റിഫ്ലക്സ്, ദെൻ പോളിസിനാപ്റ്റിക് റിഫ്ലക്സ്, അതുപോലെ തന്നെ ഏതാ ക്രോസ് എക്സ്റ്റൻഷൻ റിഫ്ലക്സ്, ദെൻ mass reflex. That means MMCM, ട്രിപ്പിൾ MC എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ട്രിപ്പിൾ MC, മൾട്ടിസിനാപ്റ്റിക് റിഫ്ലക്സ്. ഈ മൾട്ടിസിനാപ്റ്റിക് റിഫ്ലക്സ് തന്നെയാണ് നമ്മൾ എന്ത് പോളിസിനാപ്റ്റിക് റിഫ്ലക്സ് എന്നും പറയുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് പോളിസിനാപ്റ്റിക് റിഫ്ലക്സ്. സോ മോണോസിനാപ്റ്റിക് റിഫ്ലക്സ്. The monosynaptic reflex consists of two neurons. The first is located within the spinal ganglion. ഏതാ ഫസ്റ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളെ സ്പൈനൽ ഗാംഗ്ലിയോണിലാണ്. This is the sensory neuron afferent whose peripheral process detects the stimuli from the muscle. ഏതാ ഈ ഒരു സെൻസറി ന്യൂറോൺ എന്ത് ചെയ്യും, പെരിഫറൽ പ്രോസസ്സിൽ നമ്മളെ മസിലിൽ നിന്ന് സ്റ്റിമുലിനെ ഡിറ്റക്റ്റ് ചെയ്യും. Then the central process of the first neuron conducts this signal to ventral horn of the spinal cord where the second neuron is situated. പിന്നെന്താ, ഈ ഒരു സെൻട്രൽ പ്രോസസ്സിൽ എന്ത് ചെയ്യും, ഫസ്റ്റ് ന്യൂറോണ് സിഗ്നലിനെ വെൻട്രൽ ഹോൺ സ്പൈനൽ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. പിന്നെന്താ, സെക്കൻഡ് ന്യൂറോണ് സിറ്റുവേറ്റഡ് ആക്കും. ദ ന്യൂറോൺ 2 ഈസ് എ മോട്ടോർ ന്യൂറോൺ. സെൻസറി ന്യൂറോണും മോട്ടോർ ന്യൂറോണാണ് ഇത് മോണോസിനാപ്റ്റിക് റിഫ്ലക്സിൽ മേജറായിട്ട് വരുന്നത്. That sends appropriate signal via axon back the same muscle in which the sensory neuron had detected the signal. ഏതാ ഈ ഒരു ന്യൂറോൺ 2 എന്ത് ചെയ്യും, കിട്ടിയ ഇൻഫർമേഷനെ ഫ്രം ദ ഫസ്റ്റ് സെൻസ് ചെയ്ത ആ ഒരു ഏരിയയിലേക്ക് തന്നെ എന്ത് ചെയ്യും, തിരിച്ചങ്ങോട്ട് ഇതാക്കും, ഫോർവാർഡും നമ്മളെ മൂവ്മെന്റ് ഇതാക്കാം. ദിസ് പ്രോസസ് ഒക്കർ ആഫ്റ്റർ സെൻസറി ഇൻഫർമേഷൻ ഈസ് റിസീവ്ഡ് ഫ്രം ദ ന്യൂറോൺ 1. ന്യൂറോൺ 1 നിന്ന് ആ ഒരു സെൻസറി ഇൻഫർമേഷൻ റിസീവ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും എന്ത് ചെയ്യുക, ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരിക്കുക. ദിസ് മീൻസ് ദാറ്റ് എൻറ്റയർ ആർക്ക് ഹാസ് ഓൺലി വൺ ന്യൂറോണൽ synapse that is directly between neuron 1 and neuron 2 without participation of interneurons. എന്താ ഇതിന് ശേഷം അവിടെ ന്യൂറോൺ ആർക്കിൽ എന്ത് ചെയ്യും, അവിടെ സിനാപ്സ് ന്യൂറോൺ 1ഉം ന്യൂറോൺ 2ലും വിത്തൗട്ട് പാർട്ടിസിപ്പേഷൻ ഓഫ് ഇന്റർന്യൂറോൺസിലായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. ടു മേക്ക് ഇറ്റ് സിമ്പിൾ, ലെറ്റ്സ് റീക്യാപ്പ് ദിസ് ത്രൂ സ്പെസിഫിക് എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം നോക്കി നോക്കാം. The perfect example of monosynaptic reflex is knee jerk of the patellar reflex. In this reflex, neuron 1 has peripheral ending with the tendons on the quadriceps muscles. Once the tendon excessively or suddenly stretched, neuron detects that and informs neuron 2 and action is needed to avoid injury to the tendon. ഏതാ നമ്മളൊരു നീ ജർക്ക്, നമ്മളെ നീ പോർഷനിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എന്ത് ഇവിടെ പറയുന്നത്. കാൽമുട്ടിലൊരു ജെർക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, അവിടെ ഫസ്റ്റ് സ്ട്രക്ചേർഡ് ആയിട്ട് അവിടെ സെൻസ് ചെയ്യും, അതിനുശേഷം എന്ത് ചെയ്യും, ആ ഒരു ഇഞ്ചറി കറക്റ്റാക്കിയിട്ട് മനസ്സിലാക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ദ ന്യൂറോൺ 2 the patellar reflex which is the
Lumbar segment of spinal cord sends the efferent signals through its axon, the quadriceps muscle to contact. The reflex serves an involuntary protective mechanisms that ensures muscle tone and stability are maintained. ഈ ഒരു റിഫ്ലക്സ് ആണ് എന്ത് ഇൻവോളണ്ടറി പ്രൊട്ടക്റ്റീവ് മെക്കാനിസം അതുപോലെ തന്നെ മസിൽ ടോണും സ്റ്റെബിലിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കുന്നത്. ദിസ് ഓട്ടോമാറ്റിക് adjustment happens so quickly that the body can react to a potential imbalance before the brain even registers the need for a conscious correction. ഒരു കോൺഷ്യസ് കറക്ഷൻ മുൻപ് ഒരു പൊട്ടൻഷ്യൽ ഇൻബാലൻസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ എന്ത് ചെയ്യും ബോഡി അല്ലെങ്കിൽ ബ്രെയിൻ രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. The speed of monosynaptic circuit is a specialization for localized muscle adjustment. ഈ ഒരു മോണോസിനാപ്റ്റിക് സർക്യൂട്ടിൻ്റെ സ്പെഷ്യലൈസേഷൻ ഫോർ ലോക്കലൈസ്ഡ് മസിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്ത് ചെയ്യും അവിടെ ഇതിൻ്റെ ഒരു സ്പീഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് പറയുന്നത്. മോണോസിനാപ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജറായിട്ട് വരുന്നത് രണ്ട് ന്യൂറോൺസ് ആണ്. ഒന്ന് നമ്മളെ സെൻസറി ന്യൂറോണും അതേപോലെ നമ്മളെ മോട്ടോർ ന്യൂറോണും. Then the next one is polysynaptic reflex. Polysynaptic reflex is characterized by the involvement of multiple synapses in its neural pathway. The term polysynaptic literally means many synapses. That means two or more അല്ലെങ്കിൽ ഒരുപാട് സിനാപ്സസുകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഇതുണ്ടാവും എന്ത് നമ്മൾ ഈ ഒരു പോളിസിനാപ്റ്റിക് റിഫ്ലക്സ് അല്ലെങ്കിൽ മൾട്ടിസിനാപ്റ്റിക് എന്നൊക്കെ പറയട്ടോ. നമ്മൾ മേലെ മൾട്ടിസിനാപ്റ്റിക് എന്നാണ് പറഞ്ഞത്. രണ്ട് നെയിമും കേട്ടാൽ കൺഫ്യൂഷൻ ആവരുത്. Indicating that the signal crosses at least two and often more synaptic connection within the central nervous system. ഏതാ ടു ഓർ മോർ സിനാപ്റ്റിക് കണക്ഷൻസ് എന്തുണ്ടാവും ഈ ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാവും. ദിസ് ഡിസ്റ്റിങ്സ് ദം ഫ്രം സിംപ്ലർ റിഫ്ലക്സ് ബിക്കോസ് ഇറ്റ് സിഗ്നിഫൈസ് ദ presence of one or more interneurons positioned between the sensory input and the motor output. എന്താണ് ഈ ഒരു റിഫ്ലക്സ് മേജറായിട്ട് അവിടെ എന്ത് ചെയ്യും പ്രസൻസ് ഓഫ് മോർ ഇന്റർന്യൂറോൺസും പിന്നെ അതുപോലെ സെൻസറി ഇൻപുട്ടും മോട്ടോർ ഔട്ട്പുട്ടും ഒക്കെ ഒരുപാട് ഉണ്ടായിരിക്കും. The components of a polysynaptic reflex are include sensory receptor which detects initial stimulus. ഏതാ പോളിസിനാപ്റ്റിക് റിഫ്ലക്സ് ആർക്കിൽ സെൻസറി റിസപ്റ്റർ ആണ് ഫസ്റ്റ് എന്ത് ചെയ്യുക ഒരു ഇനീഷ്യൽ സ്റ്റിമുലസ് ഇതിൽ ആദ്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. Then this information is then carried by an afferent or sensory neuron towards the central nervous system, typically the spinal cord. Once inside the spinal cord, the signal encounters one or more interneurons which act as neural relays and integrates. Process the signal to an efferent or motor neuron which ultimately carries a command and effector such a muscle or gland. ഏതാണ് ഈ ഒരു ഇന്റർന്യൂറോൺ എന്ത് ചെയ്യും സിഗ്നൽസ് കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യുന്നു, പിന്നെന്താ അതിനെ കറക്റ്റായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും, പിന്നെന്താ അവിടെ അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ദ പ്രസൻസ് ഓഫ് ഇന്റർന്യൂറോൺസ് അലോസ് മോർ കോംപ്ലക്സ് ഇന്റഗ്രേഷൻ ആൻഡ് കോർഡിനേഷൻ ഓഫ് ദീസ് ഇൻവോളണ്ടറി ബോഡി റിയാക്ഷൻസ്. ഏതാണ് നമ്മളെ ഈ ഒരു ഇതിൽ മേജറായിട്ട് ഇന്റർന്യൂറോൺസിലാണ് എന്ത് അവിടെ കോംപ്ലക്സ് ഇൻ്റഗ്രേഷനും പിന്നെന്താ കോർഡിനേഷൻ ഓഫ് ഇൻവോളണ്ടറി ബോഡി റിയാക്ഷൻസും ഈ ഒരു പോളിസിനാപ്റ്റിക് റിഫ്ലക്സ് ആണ് ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഇൻവോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബ്രീത്തിങ് അതേപോലെ തന്നെ നമ്മൾ അങ്ങനത്തെ ഓട്ടോമാറ്റിക് ഫങ്ഷൻസും കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യും നമ്മൾ ഇൻവോളണ്ടറി ആയിട്ട് ഈ ഒരു സിനാപ്റ്റിക്കിനാണ് മേജറായിട്ടൊരു റോള് വരുന്നത്. Then the next one is the third one, cross extension reflex. The cross extension reflex or cross extension response or a cross extension reflex or Sherrington reflex is a reflex in which the contralateral limb components for loss of support and listeria limb withdraws from painful stimulus in a withdrawal reflex. During a withdrawal reflex, the flexors in withdrawing limb contract and the extensors relax, while in the other limb opposite occurs as a part of cross extension reflex. ഇതാണ്ടോ ഓരോടത്ത് ലൈക്ക് നമ്മളിവിടെ ഇത് പറയുമ്പോൾ ഏതാ to provide a more clear explanation, opposite occurrence means one limb perform flexion, hip and knee with extension relaxed. ഇപ്പോൾ ഏതാ
നമ്മൾ ഓരോരുത്തൊരു റിഫ്ലക്ഷൻ വരുമ്പോൾ അതിനോട് പാരലായിട്ട് തന്നെ എന്ത് ചെയ്യുക, ക്രോസ്ഡ് ആയിട്ട് വേറെ ഒരു ഏരിയയിലും ഒരു വിഡ്രോവൽ റിഫ്ലക്സ് ഫോം ആവും. ഇപ്പോൾ ഏതാ നമ്മൾ ക്രോസ് സെക്ഷൻ റിഫ്ലക്സ് ഇസ് എ കോൺട്രാലാറ്ററൽ മീനിങ് ദ റിഫ്ലക്സ് ഒക്കേഴ്സ് ഓൺ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ബോഡി ഫ്രം ദ സ്റ്റിമുലസ്. ഏതാ an example this when a person on a nail, the leg that is stepping on the nail pulls away while the other leg takes the weight of the whole body. ഒന്നുമില്ല, നമ്മൾ എവരി ആക്ഷൻ ദർ ഈസ് എ റിയാക്ഷൻ എന്ന് പറയില്ല, അതുപോലെ തന്നെ ഒരു പോർഷനിൽ അവിടെ ഒരു റിഫ്ലക്സ് വരുമ്പോൾ നമ്മളുടെ ആ ഒരു ഭാഗം മൊത്തം നമ്മൾ എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് മൊത്തം പോവുക. ഇപ്പം ഇതിൽ പറയുന്നുണ്ട് നമ്മളെ നെയില് അല്ലെങ്കിൽ നമ്മളെ എവിടെയെങ്കിലും ഒരു പോർഷൻ ഇതാക്കിയിട്ട് നമ്മൾ വിഡ്രോവൽ അടിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു വിഡ്രോവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് കറക്റ്റായിട്ട് അതിൻ്റെ നെക്സ്റ്റ് പാർട്ടിലേക്ക് എന്ത് ചെയ്യുക, ആ റിഫ്ലക്സ് കറക്റ്റായിട്ട് പോകുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ക്രോസ് എക്സ്റ്റൻഷൻ റിഫ്ലക്ഷൻ എന്ന് പറയുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു കാല് നമ്മൾ പൊക്കുകയാണെങ്കിൽ എന്താവും, അതിൻ്റെ ഓവറോൾ എല്ലാ ഏരിയത്തിൽ അല്ലെങ്കിൽ ഓവറോൾ അതിൻ്റെ പ്രശ്നം മൊത്തം ഉണ്ടായിരിക്കും എന്തായിരിക്കും, നമ്മളെ നെക്സ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിൽക്കുന്ന ആ ഒരു ലെഗിലേക്കായിരിക്കും നമ്മളെ വെയിറ്റും കാര്യങ്ങളും എല്ലാ റിയാക്ഷനും പോകുന്നുണ്ടായിരിക്കും. ആ ഒരു ടെൻഡൻസി, ആ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്രോസ് എക്സ്റ്റൻഷൻ റിഫ്ലക്സ് എന്ന് പറയുന്നുണ്ടായിരിക്കും. നേരെ അതിനെ വേറെ രീതിക്ക് പോവുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ക്രോസ് എക്സ്റ്റൻഷൻ റിഫ്ലക്സ്. Then the next one is mass reflex. Mass reflex is a physiological response characterized by an indiscriminate reaction of multiple body systems to a single stimulus, often observed in a cases of spinal cord injury. ഏതോ ഒരു ഫിസിയോളജിക്കൽ റെസ്പോൺസ് ആണ് ഏത്, സ്പൈനൽ കോഡ് ഇഞ്ചറിയിലും കാര്യങ്ങളിലൊക്കെ വരുന്നൊരു സംഭവമാണ്. ദിസ് ഫിനോമിനൻ ഈസ് പർട്ടിക്കുലർലി നോട്ടഡ് ഇൻ ഇൻഡിവിജ്വൽസ് വിത്ത് സ്പൈനൽ കോഡ് ഇഞ്ചറീസ് വെയർ ദ നോർമൽ പാത്വേസ് ഓർ റിഫ്ലക്സ് ആൻഡ് ആക്ഷൻ ആർ ഡിസ്ട്രക്റ്റഡ്. ഏതാ നമ്മളെ ആ ഒരു നോർമൽ പാത്വേ, റിഫ്ലക്ഷൻ്റെ ഒരു നോർമൽ പാത്വേയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ വരുന്ന പ്രശ്നം എന്നാണ് പറയുന്നത്. ഇൻ സച്ച് കേസസ് സ്റ്റിമുലേഷൻ ബിലോ ദ ലെവൽ ഓഫ് സ്പൈനൽ കോഡ് ലേഷൻ ക്യാൻ ട്രിഗർ ഇൻവോളണ്ടറി റെസ്പോൺസ്. ചില കേസുകളിൽ എന്ത് വരും, നമ്മളെ ഈ ഒരു സ്പൈനൽ കോഡ് ലേഷനിൽ എന്ത് വരും, ഈ ഒരു ഇൻവോളണ്ടറി റെസ്പോൺസും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് വരുന്നുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. including muscle contraction and autonomic functions like sweating and bladder evacuation. പിന്നെന്താ, in this context spinal cord injuries mass reflex occurs when a stimulus such a pain or irritation. ഒരു മാസ് റിഫ്ലക്സ് ഇതാവുകയാണെങ്കിൽ എന്ത് ചെയ്യും, പാരലൈസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയോ കാര്യങ്ങളൊക്കെ അവിടെ ഫോം ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവിടെ ഒരു ഇറിറ്റേഷനോ പെയിനോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമുക്കൊരു വരാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. പിന്നെന്താ, അവിടെ ഒരു മൈൽഡ് നോക്സിയസും പിന്നെന്താ വിഡ്രോവൽ, ഡെഫിക്കേഷൻ, സ്വെറ്റിങ്ങും കാര്യങ്ങളൊക്കെ എന്ത് വരും, നമുക്ക് ഈ ഒരു മാസ് റിഫ്ലക്സ് ഫോം ആവുകയാണെങ്കിൽ വരുന്നുണ്ടായിരിക്കും. ദിസ് റെസ്പോൺസ് ക്യാൻ ബി ഡേഞ്ചറസ് ആസ് ഇറ്റ് മേ ലീഡ് ടു കണ്ടീഷൻസ് ലൈക്ക് ഓട്ടോണോമിക് ഡിസ്ബ്രേക്ഷ്യ വേർ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം ഓവർ റിയാക്ട്സ് കോസിങ് സിവിയർ ഹൈപ്പർ ടെൻഷൻ ആൻഡ് അതർ സിംറ്റംസ്. ഈ ഒരു മാസ് റിഫ്ലക്സ് ഫോം ആയിട്ട് നമുക്കൊരു പാരലൈസ് ആവാനോ സ്ട്രോക്കിൻ്റെ ഒക്കെ ഒരു ടൈമത്തെ കാര്യമില്ലേ, ആ ഒരു ബ്ലാഡറിന് പ്രശ്നം വരാനും സെറ്റിങ്ങും പിന്നെന്താ ആ ഒരു ഇഞ്ചുറീസും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ മേജറായിട്ട് സ്പൈനൽ കോഡ് ഇഞ്ചുറീസ് വരികയാണെങ്കിലാണ് എന്ത്, അവിടെ മേജറായിട്ട് മാസ് റിഫ്ലക്സ് എന്ന് പറയുന്നൊരു കാര്യം വരുന്നുണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ എന്ത് മേജറായിട്ടുള്ള ഈ ഒരു ടൈപ്സ് ഓഫ് റിഫ്ലക്സസ് ഏതൊക്കെയെന്നുള്ളത് വരുന്നത്. ദെൻ ദ ലാസ്റ്റ് ടോപ്പിക് ഓഫ് അവർ സെക്കൻഡ് മൊഡ്യൂൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂറൽ കൺട്രോൾ ഓഫ് മസിൽ ടോൺ ആൻഡ് പോസ്റ്റർ. The neural control of muscle tone and posture involves complex interaction between brain regions, sensory feedback system, and motor pathways that maintain body stability and movement. Muscle tone. Muscle tone is the maintenance of partial contraction of a muscle, which is important for generating reflexes, maintaining posture and balance, and controlling a proper function of the organ system. Muscle tone ആണ് നമുക്ക് എന്ത് മേജറായിട്ടുള്ളൊരു റിഫ്ലക്സസ് ജനറേറ്റ് ചെയ്യാനും പിന്നെ പോസ്റ്ററും നമ്മളെ ബോഡിയുടെ ഓർഗൻ സിസ്റ്റത്തിനൊക്കെ എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നോക്കുന്നത്. മസിൽ ടോൺ ഈസ് ട്രഡീഷണലി ഡിഫൈൻഡ് ആസ് ദ ടെൻഷൻ ഇൻ എ റിലാക്സ്ഡ് മസിൽ ഓർ റെസിസ്റ്റൻസ്. മസിൽ ടോൺ എന്ന് പറയുന്നത് എന്താ, ട്രഡീഷണലി ഡിഫൈൻ ചെയ്യുന്ന ഒരു ടെൻഷനോ അല്ലെങ്കിൽ റിലാക്സ്ഡ് മസിൽ ഓർ റെസിസ്റ്റൻസ് ഏതാ, ഫെൽറ്റ് ഡ്യൂറിങ് പാസീവ് സ്ട്രെച്ചിങ് ഓഫ് എ ജോയിൻറ്റ് വെൻ എ മസിൽ ആർ റെസ്റ്റ്. Active muscle tone is regulated by a complex dynamically
adaptive neural system that is interconnected across the body and highly sensitive to postural demands. ഏതാ ആക്റ്റീവ് മസിൽ ടോൺ എന്ന് പറയുന്നത് എന്താ ഡൈനാമിക്കലി അഡാപ്റ്റീവ് ന്യൂറൽ സിസ്റ്റം ആണ്, ഇന്റർകണക്റ്റഡ് ആണ്, പിന്നെന്താ ഹൈലി സെൻസിറ്റീവ് ആണ്. Disorders of muscle tone can arise from dysfunction these pathways and manifest hypertonia, hypotonia. ഏതാ ഡിസോർഡേഴ്സ് മസിൽ ടോണിൻ്റെ ഇത് ഹൈപ്പർട്ടോണിയ ആയിട്ടും ഹൈപ്പോട്ടോണിയ ആയിട്ട് വരും. ദാറ്റ് മീൻസ് നമ്മളെ പോസ്റ്ററിലും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ വരുന്ന ഒരു രീതിയിലായിരിക്കും. പോസ്റ്റർ റെഫേഴ്സ് ദ പൊസിഷൻ വിച്ച് ബോഡി മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം അഗെയിൻസ്റ്റ് ഗ്രാവിറ്റി വൈൽ സ്റ്റാൻഡിങ്, സിറ്റിംഗ് ഓർ മൂവിങ്. പോസ്റ്റർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ നമ്മളെ ഗ്രാവിറ്റിക്ക് കറക്റ്റായിട്ട് നമ്മൾ ഇരിക്കാനും നിൽക്കാനും നടക്കാനൊക്കെ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് അവിടെ മേജറായിട്ട് പറയുന്നത്. അപ്പം ഇതിൽ മസിൽ ടോണിലും ന്യൂറൽ കൺട്രോൾ ഓഫ് മസിൽ ടോൺ ആൻഡ് പോസ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതി വയ്ക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. ആൽഫ മോട്ടോർ ന്യൂറോൺസ് ഡ്രൈവ് എക്സ്ട്രാഫാറ്റൽ മസിൽ കോൺട്രാക്ഷൻ. ഗാമ മോട്ടോർ ന്യൂറോൺസ് ഏതാ സെറ്റ് സെൻസിറ്റിവിറ്റി ഓഫ് മസിൽ സ്പിൻഡിൽസ്. ഏതാ ഗാമ മോട്ടോർ ന്യൂറോൺസിൽ ആണ് നമ്മൾ എന്ത് മസിൽ സ്പിൻഡിൽസിൻ്റെ ഒരു സെൻസിറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ ഇതാക്കുന്നത്. ഡെർബൈ ടേണിംഗ് സ്ട്രെച്ച് റിഫ്ലെക്സ് ഗെയിൻ ആൻഡ് സപ്പോർട്ടിങ് ടോണിംഗ് മസിൽ ആക്ടിവിറ്റീസ്. ഈ ഒരു ഗാമ മോട്ടോർ ന്യൂറോൺസ് ആണ് എന്ത് ഒരു മസിൽ ആക്ടിവിറ്റീസിൻ്റെ ടോണിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ദെൻ 1A 1B ആൻഡ് ഇൻ്റർ ന്യൂറോൺസ്. ഏതാണ് ഈ ഒരു ഇൻ്റർ ന്യൂറോൺസിലാണ് എന്ത് അവിടെ സ്ട്രെച്ച് റിഫ്ലെക്സസും റെസിപ്രോക്കൽ ഇൻഹിബിഷനും പിന്നെ പോളിസിനാപ്റ്റിക് പോസ്റ്ററൽ റിഫ്ലെക്സ് ഒക്കെ മേജറായിട്ട് നോക്കുന്നതെന്നാണ് പറയുന്നത്. ദെൻ മസിൽ സ്പിൻഡിൽസ് ആൻഡ് ഗോൾഗി ടെൻഡോൺ ഓർഗൻസ്. സ്പിൻഡിൽസ് L1 LA2 report muscle length and velocity, primarily sensors for stretch reflex and tone regulation. ഗോൾഗി ടെൻഡോൺ ഓർഗൻസ് എന്താ മേജറായിട്ട് ഇതിൻ്റെ ഒരു സ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ ഏതാ ഇതിൻ്റെ ഒരു ടോൺ റെഗുലേഷനിലാണ് എന്ത് മേജറായിട്ടൊരു കാര്യം ചെയ്യുന്നത്. സെൻസ് ടെൻഷൻ ആൻഡ് മോഡുലേറ്റ് ഇൻഹിബിഷൻ എക്സിക്കേഷൻ വിയ ഇന്റർന്യൂറോൺസ് ഫോർ ലോഡ് ഷെയറിംഗ് ആൻഡ് പ്രൊട്ടക്റ്റീവ് റിഫ്ലെക്സസ്. ഏതാ ഒരു ലോഡ് ഷെയറിങ്ങിലും പിന്നെ അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവ് റിഫ്ലെക്സസ് ഒക്കെ ആയിട്ടാണ് എന്ത് നമ്മളെ ഗോൾഗി ടെൻഡൻ ഓർഗൻസ് ഇതാവുന്നത്. മസിൽ സ്പിൻഡിൽസ് എന്താ പിന്നെ മേജറായിട്ട് ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷനും നമ്മൾ ഈ ഒരു ടോൺ പോസ്റ്ററിലൊക്കെ എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുന്നുണ്ട്. ദെൻ ബ്രെയിൻ സ്റ്റെം പോസ്റ്ററൽ സെൻറ്റേഴ്സ്. വെസ്റ്റിബുലാർ ന്യൂക്ലിയാണ് ഫസ്റ്റ് പറയുന്നത്. വെസ്റ്റിബുലർ സ്പൈനൽ ട്രാക്ടേഴ്സ് എന്താ മെയിൻലി medial and lateral, provides fast largely excitatory drive to extensor muscle for balance and head stabilization, response to vestibular input. ഏതാ മെയിനായിട്ട് ബ്രെയിൻ സ്റ്റെം പോസ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളെ ബ്രെയിൻ സ്റ്റെം പോസ്റ്ററൽ സെൻറ്റേഴ്സ് ആയിട്ടും പിന്നെ അതുപോലെ എന്ത് ചെയ്യുക നമ്മളെ ഈ ഒരു വെസ്റ്റിബുലാർ ന്യൂക്ലി എന്ത് ചെയ്യും നമ്മളെ മസിൽ ബാലൻസും ഹെഡ് സ്റ്റെബിലൈസേഷൻ. ദെൻ ബ്രെയിൻ സ്റ്റെം മീൻസ് ഏതാ ബ്രെയിനിൻ്റെ കുറച്ച് താഴേക്കുള്ളൊരു ഭാഗം. അപ്പോൾ ഹെഡ് സ്റ്റെബിലൈസേഷനിൽ എന്ത് മേജറായിട്ടുള്ളൊരു ഏരിയ ഇവർക്ക് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. റെക്ടിക്കുലാർ ഫോർമുലേഷൻ ദാറ്റ് മീൻസ് കോർഡിനേറ്റ് ആൻറ്റിസിപ്പേറ്ററി പോസ്റ്ററൽ അഡ്ജസ്റ്റ്മെൻറ്റ് ലിങ്ക്ഡ് ടു വോളണ്ടറി മൂവ്മെൻറ്റ് ഇൻറ്റിഗ്രേറ്റ്സ് മൾട്ടി സെൻസറി ആൻഡ് കോർട്ടിക്കൽ സിഗ്നൽസും പിന്നെ അതുപോലെ തന്നെ എന്താ കറക്റ്റായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് പോസ്റ്ററൽ അഡ്ജസ്റ്റ്മെൻറ്റും പിന്നെ ഏതാ നമ്മളെ വോളണ്ടറി മൂവ്മെൻറ്റ്സ് മീൻസ് നമ്മളെ കൈകാലനൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. ടാക്ടോസ്പൈനൽ ട്രാക്ട് മീൻസ് സുപ്പീരിയർ കൊളിക്കൽസ് എന്താ കോർഡിനേറ്റ്സ് ഹെഡ് നെക്ക് പോസ്റ്ററൽ റെസ്പോൺസ് ടു വിഷ്വൽ സ്റ്റിമുലി. നമ്മളെ ഹെഡും നെക്കും ഇപ്പോൾ കറക്റ്റ് പോസ്റ്ററിലായിട്ട് നമുക്കൊരു ഇതിലേക്ക് നോക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അപ്പ് ആൻഡ് ഡൗൺ നമ്മളെ ഐ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്ത് ചെയ്യാം ഈ ഒരു ബ്രെയിൻ സ്റ്റെം പോസ്റ്ററൽ സെൻറ്റേഴ്സ് ആണ് എന്ത് അതിൽ മേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. ദെൻ ദ നെക്സ്റ്റ് വൺ ഈസ് സെറിബെല്ലം. സെറിബെല്ലം എന്ന് പറയുന്നത് എന്താ നമ്മളെ ബോഡി അഡ്ജസ്റ്റ്മെൻറ്റ് ടോണും പിന്നെ അതുപോലെ തന്നെ നമ്മളെ വെസ്റ്റിബുലാർ റെക്ടിക്കുലർ ന്യൂക്ലിയും പിന്നെ എന്താ റിഫ്ലെക്സ് ഗെയിൻസും പിന്നെ അഡാപ്റ്റീവ് പോസ്റ്ററൽ കൺട്രോളും. നമ്മൾ ഓവറോൾ ദ ബാലൻസ് ഓഫ് ദ ബോഡി പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഏരിയയൊക്കെ കൺട്രോൾ ചെയ്യുന്നതിലായിരിക്കാം നമ്മളെ സെറിബെല്ലത്തിനാണ് മേജർ ആയിട്ടുള്ളൊരു റോള് വരുന്നതെന്നാണ് പറയുന്നത്. Then the next one is basal ganglia. Modulate overall muscle tone and postural set via inhibitory excitatory influence on cortical and brainstem motor system. ഏതാ നമ്മളെ ത്രൂ തലാമസ് ആൻഡ് ബ്രെയിൻ സ്റ്റെം ന്യൂക്ലി.
നമ്മളുടെ ഓവറോൾ മസിൽ ടോണും പോസ്റ്ററും അതേപോലെ എക്സിക്കേറ്ററി ഇൻഫ്ലുവൻസ് ഒക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് തലാമസിലും ബ്രെയിൻ സ്റ്റെം ന്യൂക്ലിയിലൊക്കെ കറക്റ്റായിട്ട് ഫോം ചെയ്തിരിക്കുക. ഡിസ്ഫങ്ഷൻ പ്രൊഡ്യൂസസ് ക്യാരക്ടറിസ്റ്റിക് ടോൺ ഓർ പോസ്റ്റർ ചേഞ്ചസ്, റിജിഡിറ്റി, വാലിനീസിയ, അബ്നോർമൽ പോസ്റ്ററൽ സെറ്റ്. ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, ക്യാരക്ടറിസ്റ്റിക് ടോൺ പോസ്റ്ററും പിന്നെ അതുപോലെ തന്നെ റിജിഡിറ്റി, വാലിനേസിയ, അബ്നോർമൽ പോസ്റ്ററൽ സെറ്റൊക്കെ ഉണ്ടാകാതിരിക്കാൻ എന്ത് ചെയ്യും, ഇതിൻ്റെ ഡിസ്ഫങ്ഷൻ ആണെങ്കിൽ നമ്മളുടെ അബ്നോർമൽ പോസ്റ്ററൽ സെറ്റൊക്കെ എന്ത് വരും, ബാസൽ ഗാംഗ്ലി കറക്റ്റായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. Then the next one is cortex and corticospinal tract. Provide voluntary control and fine tuning of tone, especially for fractionated distal movements and anticipatory postural adjustment. വോളണ്ടറി കൺട്രോൾ ആയിട്ടുള്ള നമ്മളെ ബോഡി മൂവ്മെൻറ്റ്സും കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടാവുക. കോർട്ടക്സ് ഏരിയയും കോർട്ടിക്കൽ ലെസൺസ് എന്ത് ചെയ്യും, നമ്മളെ ടോണിൽ ചേഞ്ചസ് വരും. പിന്നെ ഡിസെൻഡിങ് മോഡുലേഷനിലൊക്കെ അത് കറക്റ്റായിട്ട് പോവാത്ത രീതിയിലൊക്കെ എന്ത് വരും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടായിരിക്കും. ദെൻ സെൻസറി ഇൻപുട്സ്. വെസ്റ്റിബുലർ എസെൻഷ്യൽ ഫോർ ഹെഡ് ഓറിയൻറ്റേഷൻ ആൻഡ് ബാലൻസ് റിഫ്ലക്സസ്. എന്താണ്, ഒരു ബാലൻസ് റിഫ്ലക്സിലും പിന്നെ എന്താ ഹെഡ് ഓറിയൻറ്റേഷനിലൊക്കെ സെൻസറി ഇൻപുട്ടിന് വലിയൊരു കാര്യം ഉണ്ടായിരിക്കും. പ്രീപ്രോസിറ്റീവ്, ദാറ്റ് മീൻസ് കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് ഫോർ സ്പൈനൽ റിഫ്ലക്സസ് ആൻഡ് സെറിബെല്ലർ കാലിബ്രേഷൻ. ഏതാ, സ്പൈനൽ റിഫ്ലക്സസുകൾക്കും അതുപോലെ തന്നെ സെറിബെല്ലർ കാലിബ്രേഷനും പിന്നെ സെൻസറി ഇൻപുട്സ് ആണ് നമുക്ക് എന്ത്, കറക്റ്റായിട്ടുള്ള ഓറിയൻറ്റേഷനും ആൻറ്റിസിപ്പേറ്ററി അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഓരോ ഏരിയയിലും സ്പെസിഫൈ ചെയ്തിട്ട് എങ്ങനെ സെൻസ് ചെയ്ത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഈ ഒരു കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. ദെൻ മെക്കാനിസം ഓഫ് ടോൺ റെഗുലേഷൻ. ഇതിൻ്റെ ബോഡി ടോൺ അല്ലെങ്കിൽ മസിൽ ടോൺ റെഗുലേഷൻ എങ്ങനെ വരുന്നതെന്നുള്ളതാണ് പറയുന്നത്. ബേസ് ലൈൻ ടോൺ അറൈസസ് ഫ്രം ഇൻസ്റ്റിങ്ക്റ്റ് മസിൽ പ്രോപ്പർട്ടീസ്. ദാറ്റ് മീൻസ് ഗാമ ഡ്രൈവ് that adjusts muscle spindle sensitivity and thus reflex mediated tone. ഈ ഗാമ ഡ്രൈവ് എന്ത് ചെയ്യുന്നുണ്ട്, മസിൽ സ്പിൻഡിൽ സെൻസിറ്റിവിറ്റിയും പിന്നെ അതുപോലെ തന്നെ റിഫ്ലക്ട് മീഡിയേറ്റഡ് ടോണും എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. റിഫ്ലക്സ് കോൺട്രിബ്യൂഷൻസ്. റെസിപ്രോക്കൽ ആൻഡ് റിക്കറൻറ്റ് ഇൻഹിബിഷൻ ഷേപ്പ് കോർഡിനേറ്റഡ് ടോൺ അക്രോസ് അഗോണിസ്റ്റ് ആൻഡ് ആൻറ്റഗോണിസ്റ്റ് പെയേഴ്സ്. റെസിപ്രോക്കൽ റിക്കറൻറ്റ് ഇൻഹിബിഷൻ ഷേപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ കോർഡിനേറ്റഡ് ടോണും പിന്നെ അഗോണിസ്റ്റും ആൻറ്റഗോണിസ്റ്റ് പെയേഴ്സും ആയിട്ട് അതിനെ കറക്റ്റായി റിഫ്ലക്സ് ചെയ്യുക, മസിൽ സ്ട്രെച്ച് ചെയ്യിപ്പിക്കുക. ദെൻ മോണോസിനാപ്റ്റിക് എക്സിഗ്രേഷൻ. നമ്മൾ ഈ നേരത്തെ പറഞ്ഞല്ലോ റിഫ്ലക്സിൻ്റെ ഒരു ആർക്ക്, ആ ഒരു കാര്യത്തിൻ്റെ കാര്യമാണ് ഇവിടെ കറക്റ്റായിട്ട് പറയുന്നത്. ദെൻ supraspinal modulation. Brainstem centers provide tonic excitatory inhibitory bias to extension reflex. Cerebellum adapts reflex gains and timing based experience. ഈ സെറിബെല്ലാണ് നമ്മൾ എന്ത്, ഈ ഒരു സ്പൈനൽ മോഡുലേഷൻ എന്ന് പറയുമ്പോൾ അവിടെ കോർട്ടക്സും ബേസൽ ഗാംഗ്ലിയും ഷേപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ ഒരു ടോണിനെ കറക്റ്റ് പോയിന്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് കറക്റ്റ് ഷേപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ ഒരു റിഫ്ലക്സിനെ കറക്റ്റ് ടൈമിങ്ങിൽ ബേസ് ചെയ്തിട്ട് നല്ല രീതിക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതാണ് പറയുന്നത്. ദെൻ പോസ്റ്ററൽ കൺട്രോൾ സ്ട്രാറ്റജീസ്. റിയാക്റ്റീവ് ഫീഡ്ബാക്ക് കൺട്രോൾ, ഓട്ടോമാറ്റിക് റെസ്പോൺസ് ടു പെർറ്റുബേഷൻസ്. എക്സാമ്പിൾ ആംഗിൾ ഹിപ്പ് സ്ട്രാറ്റജീസ്. കറക്റ്റായിട്ട് ആംഗിൾസ്, ഹിപ്പ് അങ്ങനത്തെ നമ്മളെ ഓരോ ഏരിയയിൽ എന്ത് ചെയ്യുക, അതിനെ സ്പൈനൽ കോഡിനെയും ബ്രെയിൻ സ്റ്റെമ്മിനെയും സർക്യൂട്ട് ചെയ്തിട്ട് സെറിബെല്ലർ ട്യൂണിങ് കറക്റ്റായിട്ട് ചെയ്യിക്കുന്നുണ്ടാവുക. പോസ്റ്ററൽ കൺട്രോൾ സ്ട്രാറ്റജീസിലാണ് പറയുന്നത്. പ്രോആക്റ്റീവ് ഫീഡ് ഫോർവേഡ് ആൻറ്റിസിപ്പേറ്ററി കൺട്രോൾ. അഡ്ജസ്റ്റ്മെൻറ്റ് മെയ്ഡ് ദയർ ബിഫോർ വോളണ്ടറി മൂവ്മെൻറ്റ് ആൻഡ് പ്രിസർവ് ബാലൻസ്. കറക്റ്റായിട്ടൊരു ബാലൻസിങ്ങും കാര്യങ്ങളും ചെയ്ത് നമ്മൾ നേരത്തെ ലാൻഡിങ്ങിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞില്ലേ, ആ ഒരു രീതിയിൽ കറക്റ്റ് ഒരു രീതിയിൽ എന്ത് ചെയ്യുക, അതിനെ ഫോർമേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, കറക്റ്റ് പോസ്റ്ററും കാര്യങ്ങളും മസിൽസും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ റിയാക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. ദെൻ അഡാപ്റ്റീവ് കൺട്രോൾ. ലോങ് ടേം calibration of reflex gains and motor programs via cerebellar and cortical plasticity. ദാറ്റ് മീൻസ് അഡാപ്റ്റീവ് കൺട്രോൾ ആക്കുക. അഡാപ്റ്റീവ് ആയിട്ട് കണ്ടുള്ള കൺട്രോൾ എന്ന് പറയുമ്പോൾ ലോങ് ടേം ആയിട്ടുള്ള കറക്റ്റ് റിഫ്ലക്സ് വരുമ്പോൾ അതിന് അഡാപ്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ആയിട്ട് എന്ത് ചെയ്യുക, റിയാക്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. സോ ഇത്രയാണ് നമുക്ക് എന്ത് മേജറായിട്ട് സെക്കൻഡ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള മൊഡ്യൂളാണ്, പക്ഷെ കുറച്ചുകൂടി
നമ്മളൊന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്.